സീസണിലാണ് ബിഗ് ബോസിനെ അനുസരിക്കാത്ത, ലാലാട്ടനെ അനുസരിക്കാത്ത കാച്ചറ ടീമുകളുള്ളത്. ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് ചന്തത്തരവും വിളിച്ചു പറയാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. അത് ശാരിക കെ വി നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യും. ഞാനൊരു ഗെയിമറാണ്. ഹീസ് എ പക്ക ഗെയിമർ. അവനൊരു ഗെയിമറാണ്. ഏറ്റവും രുചികരമായ ഭക്ഷണം അവിടുത്തെ കണ്ടസ്റ്റൻസ്, ഞാൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുവിന്റെ ഭക്ഷണമാണ്. അനു എല്ലാവർക്കും കൊടുത്തിട്ട് ഇനിയും മിച്ചം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു തരും. എന്നിട്ട് ലാസ്റ്റാണ് അനു മറ്റേ ചരുവത്തിലതിട്ട് കഴിച്ച ഒരു അനുവിനെയാണ് ഞാൻ 21 ദിവസം അവിടെ കണ്ടിരുന്നത്. ഷാനവാസ് അത്ര നല്ലവനൊന്നുമല്ല. ഈ പറയുന്ന ആദില നൂർ അത്ര നല്ലതൊന്നുമല്ല. ആദില നൂറുടെ കമ്മ്യൂണിറ്റിയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ ലക്ഷ്മി എന്തെല്ലാം പറഞ്ഞു നാട്ടുകാർ. എനിക്കൊരു പേഴ്സണൽ അനുഭവം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് ചാനലിൽ പറയാൻ പറ്റത്തില്ല. അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഞാനത് ആരായിരിക്കും കപ്പടിക്കാൻ പോകുന്നത്? ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യം സീസണിൽ. ശാരികയുടെ ഒരു ചാനലിൽ പറയുകയുണ്ടായി, ബിഗ് ബോസിനകത്ത് മൊത്തം സാത്താൻ സേവയോ വിഷ്ണുമായ സേവാമഠം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ. പറയുന്നു കാലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന്, ഇത് ചരിത്രത്തിൽ ആദ്യമാണല്ലോ, ഇന്നേ വരെ കറണ്ട് പോയിട്ടില്ല. കറക്റ്റ് കറണ്ട് പോയത് കണ്ടായിരുന്നു. ഞാൻ ഈ സാത്താൻ സേവയുടെ കാര്യം ചോദിക്കുന്നു, ശാരിക അതിന് റിപ്ലൈ തരാൻ നോക്കുമ്പോൾ കറണ്ട് വരെ പോയി. പേരെന്താ അന്നയല്ലേ? അന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ ഹോട്ട് സീറ്റ് നല്ല രീതിക്ക് കൊണ്ടുപോകും. ഞാനൊന്ന് പറയട്ടെ, അന്യാകാനേ പറ്റുള്ളൂ. അന്ന വേറെ വല്ല പരിപാടി നോക്കി പോകുന്നതായിരിക്കും നല്ലതാണ്. ഞാൻ സക്സസ് ആക്കിയ ഒരു ഷോ ആണ്. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. ചുടുചുടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഒരുപാട് വ്യക്തികളെ അങ്ങ് ചൂട് കയറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വാൾ പയറ്റുകൊണ്ട് അമ്മാനമാടിയിട്ടുള്ള ശാരികയാണ് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ശാരിക നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. ആ ഒരു സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ശാരികയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ചൂട് കയറുന്നുണ്ടോ? അത് നിങ്ങളുടെ കഴിവല്ലേ എന്നെ ചൂടാക്കുന്നത്. എനിക്കിവിടെ ഞാൻ ഭയങ്കര കൂളായിട്ടായിരിക്കുന്നത്. ഇപ്പം ശാരികനെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായി. നമ്മള് വേറെ ഒരു മീഡിയൽ വഴിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷെ ഞാൻ പിന്നീട് കാണുന്ന ശാരിക എന്ന് പറഞ്ഞ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് ആൾക്കാരെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ശാരിക ഇങ്ങനെ ഇരുന്ന് വെറുപ്പിക്കുന്നല്ലോ, ഇവിടെ എന്താ അങ്ങനത്തെ ഒരു ഇതുപോലെ ആയി പോയായിരുന്നു. ശാരിക ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ വരെ ആൾക്കാരെ നല്ല രീതിയിൽ പൊരിച്ച് വറുത്ത് എന്താ പറയാ ഒരു രീതിയിൽ പിന്നെ ഒരു ആരോടും ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാരികനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശാരിക ബിഗ് ബോസിൽ കയറിയതിനു ശേഷം എനിക്ക് കാണാൻ പറ്റിയ ഒരു പൂച്ചകനെ പോലെ ഇരിക്കുന്ന ഒരു ശാരികനെയാണ്. അതെന്താണ്? അതായത് ഹോട്ട് സീറ്റ് ചെയ്യുന്ന ശാരികയും അവിടെ ബിഗ് ബോസിൽ കയറിയിട്ടുള്ള ശാരികയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന ശാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയോ മൂലയിൽ പോയി ഇരുന്ന് കുറച്ച് ആൾക്കാരുടെ കൂടത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സോഫയിൽ വട്ടമേശ സമ്മേളനം കൂടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പൂച്ചയെ പോലെ ഒതുങ്ങി നിൽക്കുന്ന ശാരികയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഹോട്ട് സീറ്റിൽ ഇരുന്ന് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തു പറ്റി? എന്താണ് അതിന് കാരണം? ഹോട്ട് സീറ്റ് ഒരു ഷോ ആണ്. ഞാൻ ബിഗ് ബോസിൽ പോയത് ഹോട്ട് സീറ്റ് കളിക്കാനല്ല. ആക്ച്വലി അവിടെ പോയി ഹോട്ട് സീറ്റ് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബിഗ് ബോസിലേക്ക് പോകുന്നതിനുള്ള റീസൺ, ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ഹോട്ട് സീറ്റ്. ഈ ഒരു തീർച്ചയായിട്ടും, അതായത് എനിക്കൊരു പടി, അതൊരു ചവിട്ട് പടി. അത് ഒരു പക്ഷേ ബിഗ് ബോസിലൂടെ ഹോട്ട് സീറ്റിലൂടെ ഞാൻ അറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള എന്നെ തിരിച്ചറിയത്തില്ലായിരുന്നു. പിന്നെ ബിഗ് ബോസിലേക്ക് കയറാനുള്ള വാതിൽ തുറക്കാനുള്ള ഒരു ചവിട്ടുപടി ഉറപ്പായിട്ടും ഹോട്ട് സീറ്റ്. ഞാൻ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസിലേക്ക് കയറാനുള്ള റീസൺ പോലും ഹോട്ട് സീറ്റ് കണ്ടിട്ടാണ്. ലൈക് ഇങ്ങനെ അവരപ്പോ ഓൾറെഡി അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു കോണ്ടന്റ് അതിനകത്ത്. അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. അവർക്ക് എന്തും ചിന്തിക്കാം. ബിക്കോസ് അവർക്ക് അവരുടെ ഷോ ആണ് വലുത്, എനിക്ക് എന്റെ ലൈഫാണ് വലുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ ആ ഷോ മനോഹരമായിട്ട് ചെയ്തു. ബിഗ് ബോസ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഒരിക്കലും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അതിനകത്ത് നിന്ന് ഹോട്ട് സീറ്റ് കളിക്കണമെന്ന്. നമുക്ക് ഇഷ്ടമുള്ള രീതി ഗെയിം കളിക്കാം. അവിടുത്തെ ക്രൂ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം, നിങ്ങൾക്ക് മ്യൂസിക് ചെയ്യാം. പിന്നെ ഞാൻ അവിടെ ചെന്ന് മൂലയ്ക്ക് ഒരിക്കലും ഇരുന്നിട്ടില്ല. അത് അന്നെ എനിക്കൊന്നും ഷോ ഫുള്ള് കാണാത്തതുകൊണ്ടാണ്. ഞാൻ 21 ഡേയ്സ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള സകല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ മൊത്തമായിട്ട് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ശാരിക ഇടപെടുന്നില്ല എന്നല്ലാതെ. എന്നെ സമ്മതിക്കും, എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ശാരിക കംപ്ലീറ്റ് ചെയ്യും. അതായത് ബിഗ് ബോസിലേക്ക് പോയ ശാരിക ഈ ഒരു ഷോ ചെയ്ത് ഹോട്ട് സീറ്റ് ശാരിക ആയിട്ട് തന്നെ അവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100 ദിവസം തികയ്ക്കാൻ പറ്റൂല. എനിക്ക് 21 ദിവസം റിയൽ ശാരികയായിട്ട് നിൽക്കാനാണ് ഞാൻ പോയി. എന്റെ
സ്ട്രാറ്റജി അതായിരുന്നു. ഞാൻ ഹോട്ട് സീറ്റ് കളിക്കത്തില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് അതിനകത്തോട്ട് കയറിയത്. ഇത് ഞാൻ ആരോടും ഇവിടെ പറഞ്ഞിട്ടില്ല, ഈവൻ നമ്മുടെ ക്രൂസിനോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇത് റിയൽ ശാരീരികമായിട്ട് അവിടെ ഫേക്ക് കളിക്കാൻ പറ്റത്തില്ല. ഹോട്ട് സീറ്റ് എനിക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറത്തെ ഷോ ആണ്, അത് കഴിഞ്ഞാൽ ഞാൻ മാറി എനിക്ക് വീട്ടിൽ പോകാം. പക്ഷെ ബിഗ് ബോസിൽ ചെന്നിട്ട് ഹോട്ട് സീറ്റ് ശാരിയായിട്ട് നിൽക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാം ഞാൻ ഒറിജിനൽ. അപ്പൊ ജനങ്ങൾ ചിന്തിക്കില്ലേ ഞാൻ ഒറിജിനൽ ശാരിക ഞാൻ ഇത് തന്നെയാണെന്ന്. ഞാൻ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന എല്ലാവരും ഫേക്ക് കളിച്ചിട്ടാണോ നിൽക്കുന്നതെന്നാണോ ശാരിക? അവരുടെ ഒറിജിനൽ ഇങ്ങനത്തെ കച്ചറ സ്വഭാവമായിരിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒറിജിനൽ ശാരിക ഇങ്ങനെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണോ ഷാനവാസിനെ ഫേക്ക് ആണെന്ന്? ഷാനവാസ് ഫേക്ക് ഗെയിമറാണ് പറയാൻ കാരണം അദ്ദേഹം തുടക്കം തൊട്ട് ഉടായ്പ് കാണിച്ചും കള്ളത്തരം കാണിച്ചുമാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിനെ പറ്റിച്ചും കള്ളത്തരം പറഞ്ഞും. കള്ളത്തരം പറയരുതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഫേക്ക് ഒരു അഗ്ലി ഗെയിമിലും ഒരു ശരിയാവാം നമുക്ക്. അതൊന്നും ചെയ്യാതെ തുടക്കത്തിലെ ഗെയിം തൊട്ട് തന്നെ പുള്ളി അവിടുത്തെ കണ്ടസ്റ്റൻസിനെ പറ്റിച്ചാണ് അകത്ത് തിരിച്ച്. ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോകേണ്ട ആളാണ് ഷാനവാസ് പണിപ്പുര ടാസ്കിൽ. പണിപ്പുര അല്ല, പുകഞ്ഞുള്ളി പുറത്ത് ടാസ്കിൽ. പക്ഷെ അത് പോകാഞ്ഞതിന്റെ റീസൺ 3 കണ്ടസ്റ്റൻസിനെ, 3 പ്രമുഖരായ 3 കണ്ടസ്റ്റൻസിനെ പറ്റിച്ചും അയാൾ അവിടെ നിന്നു. അത് എന്തിന്റെ പേരിലാണ്? സ്വന്തം കഴിവിന്റെ പേരിലാണ് പറ്റിക്കുന്നേ, കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പേരിൽ സിമ്പത്തി മേടിച്ച് വെച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അയാളുടെ ഗെയിം അയാൾ ഇതുവരെ ഈ ഇത്രയും അത് ഗെയിമിലാണ് ഞാൻ അൺഫെയർ എന്ന് പറയുന്നതും ഫേക്ക് ഗെയിമർ ആണെന്ന് പറയുന്നത്. അത് നമ്മൾ ഫേക്ക് ഗെയിമർ എന്ന് പറയുന്നത്, ഗെയിമർ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹീസ് എ ഫേക്ക് ഗെയിമർ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അയാൾ പിടിച്ചു നിൽക്കുന്നത് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് ശാരികയ്ക്കും അറിയാം. മൈൻഡ് ഗെയിം ആണ്, അതുകൊണ്ടാണ് എല്ലാവരും അതിനകത്ത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മൾ എങ്ങനെ കളിക്കണമെന്ന് നമ്മളെ തീരുമാനിക്കുക. അപ്പൊ ഞാൻ 21 ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ ഏതെങ്കിലും ഇന്റർവ്യൂസിന്റെ താഴെ അല്ലെങ്കിൽ ഏതെങ്കിലും കമന്റ്സിന്റെ താഴെ പഴയ ഹോട്ട് സീറ്റ് തെറികൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. ഹോട്ട് സീറ്റിലായിരുന്നപ്പോൾ ഞാൻ എന്താണ് ഒരു ഷോ ആണെന്നുള്ള പരിഗണന പോലും തരാതെ എന്റെ വീട്ടിലുള്ളവർക്കും ഇനി കാണാത്ത ബന്ധുക്കളും ഉൾപ്പെടെ തെറി വിളിച്ച ആളാണ് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടുകാർ. അവരെ ഞാനൊരു കുറ്റം പറയില്ല, ബിക്കോസ് ആ ഷോ അങ്ങനെയാണ്. എനിക്ക് അവരെ അത് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബിഗ് ബോസിൽ പോകുമ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി ഷോ. ആ റിയാലിറ്റിയിൽ എനിക്കൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാനവിടെ ഒറിജിനൽ ശാരി അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ മിണ്ടാതിരിക്കും, ഞാൻ ചിലപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കും. എനിക്ക് മിണ്ടേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ഞാൻ ചെന്ന് സംസാരിക്കും. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് ചന്തത്തരവും വിളിച്ചു പറയാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഒരു പക്ഷേ 21 ഡേയ്സ് നിന്നിട്ട് എനിക്ക് ജനങ്ങൾ വോട്ട് കുറഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. അത്രേ ഉള്ളൂ. അവിടുത്തെ ബിഗ് ബോസ് ക്രൂ എന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് യു ആർ വെൽ പ്ലേഡ് എന്നാണ് ഷോ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞത്. യു ആർ വെൽ പ്ലേഡ്, ബട്ട് വോട്ടിംഗ് ഇസ് നിങ്ങൾക്ക് അൺഫെയർ ആയിപ്പോയി. ഞങ്ങളും അത് ചിന്തിക്കുന്നു, ബിക്കോസ് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ തന്നെ വിഷമിച്ചു ഞാൻ ഇറങ്ങിയതില്ല. ഞാൻ അതിൽ സന്തോഷിക്കും, അതൊക്കെ ഒരു ട്രോഫി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജനങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു, ബിക്കോസ് ഓൾ സൈഡ് ഇറ്റ്സ് ആൻ അൺഫെയർ എവിക്ഷൻ എന്ന്. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അത് എൻ്റെ ക്യാരക്ടർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. എന്നില്ല ആ ഒരു ഹോട്ട് സീറ്റ് എന്നുള്ള ശാരിക എന്നുള്ള ക്യാരക്ടർ അല്ല, അതൊരു ഷോ ആണ്. അത് ലാലേട്ടൻ അവിടെ പ്രഖ്യാപിച്ചു, ആ ഹോട്ട് സീറ്റ് അവരുടെ ഷോ ആണ്, അവരുടെ പ്രൊഫഷനാണ്, അവരുടെ അരിയാണ്. അത് അവരല്ല, മറിച്ച് ഞാനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഹോട്ട് സീറ്റ് ഇട്ടടിച്ചത്. അങ്ങനെ പറ്റട്ടെ. പുറത്തിറങ്ങിയതിനു ശേഷവും താങ്കളുടെ സ്വന്തമായിട്ടുള്ള മീഡിയയില്, സോഷ്യൽ മീഡിയയില് ബിഗ് ബോസിന്റെ കുറെ കാര്യങ്ങൾ, കുറെ കോണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നെവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താ? നെവിൻ തുടക്കത്തിലെ ആഴ്ച പുറത്ത് നിന്ന് ആൾക്കാർ കാണുന്ന പോലെ അകത്ത് നിൽക്കുന്ന ഒരു ഗെയിമർക്ക് അത് എക്സ് കണ്ടസ്റ്റൻസിന് നന്നായിട്ട് മനസ്സിലാവും ഉള്ളിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ബിഗ് ബോസിന് ഇത്ര കാര്യങ്ങൾ അവിടെ ഇറക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കറക്റ്റ് കാണണമെങ്കിൽ ഇപ്പം ഞാൻ എന്നെ നോക്കി സംസാരിക്കാം, എനിക്ക് അറിയാം ഇപ്പം ഞാൻ എന്തായിരിക്കും പറയാം, ദേഷ്യത്തിലാണോ പീസ്ഫുൾ ആണോ ഹാപ്പി ആണോ എന്ന് എനിക്ക് ഇപ്പം അറിയാൻ പറ്റും. അത് തന്നെയാണ് അവിടുത്തെ അവസ്ഥയും. അപ്പം നെവിൻ എന്നോട് സംസാരിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, എന്നെ നെവിൻ തക്കാളി ശാരിക, മാഗി മമ്മി, ലേഡി ബിഗ് ബോസ് എന്നൊക്കെ എന്നെ നെവിനാണ് വിളിച്ചത്. അപ്പം നെവിൻ പറയുന്നത്, ശാരിക കെ വി നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യും, ഞാനൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് തോന്നും ഞാൻ എന്റർടൈനർ ആണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഡാൻസ് കളിക്കുക, പക്ഷെ ഹീസ് എ പക്ക ഗെയിമർ, അവനൊരു ഗെയിമറാണ്. പക്ഷെ അവൻ ആരുടെയും പ്രൈവസിയിൽ ഇടപെടാനോ കുശുമ്പ് കുത്താനോ ഒരിടത്തും ഇരുന്ന് പരദൂഷണം പറയുന്നു ഒന്നും നെവിൻ ചെയ്തതായിട്ട് ഞാൻ. അയാൾ ഗെയിം കൊടുത്താൽ കൃത്യമായിട്ട് ഫിസിക്കൽ ഗെയിം കളിക്കും, അതിലൊരു കള്ളത്തരം അവൻ കാണിക്കാറില്ല. അവന് മൈൻഡ് ഗെയിമിൽ അവൻ അവൻ്റെതായ രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നു. പിന്നെ ഭക്ഷണം മോഷ്ടിക്കുന്നു, അവിടെ എല്ലാവരും ഭക്ഷണം മോഷ്ടിക്കുന്നില്ലേ, ഒരാൾ മാത്രമല്ലല്ലോ. ലാസ്റ്റ് ഇപ്പം ഷാനവാസും നെവിനും തമ്മിൽ ഒരു ചെറിയൊരു ഫൈറ്റ് വന്നു. ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് ആയി ആൻഡ് നെവിന് ഇപ്പൊ ഒരു വാർണിംഗ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പം അത്രയും പാവം ഒരു ആ വ്യക്തി അങ്ങനെ ഒരു പാവമാണെന്നുണ്ടെങ്കിൽ നെവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പാവമെന്ന് ആര് പാവം? ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത്? അതാ ചോദിച്ചേ, നെവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതില് ഇപ്പം നിൽക്കുന്നതായിട്ടുണ്ടെങ്കിലും മുന്നേ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് നെവിൻ അതൊരു ഫർണസ് ആണ്, അതൊരു സ്ട്രെസ് ഗെയിം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓൾ ആർ ഹ്യൂമൻസ് അല്ലേ, ചില സമയത്ത് അവര് ചിലപ്പോ അറ്റാക്ക് ചെയ്തേക്കാം, ഏതൊരു ക്ഷമയുള്ള മനുഷ്യനും അഗ്രസീവ് ആയേക്കാം. മേ ബി ചില സമയത്ത് ശാരികയ്ക്ക് തോന്നിയിട്ടുണ്ടോ നെവിൻ കുറച്ച് ഓവർ ആണെന്ന് തോന്നി? എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതിലും ഓവറാണ്. അതുകൊണ്ട് അവൻ ഓവറേ അല്ല. കാരണം ഈ ഷാനവാസ് അത്ര നല്ലവനൊന്നുമല്ല, ഈ പറയുന്ന ആദില നൂർ അത്ര നല്ലതൊന്നുമല്ല. അവർ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ പ്രായത്തിനും അവരുടെ ചെറുപ്പത്തിനും ഒക്കെ മോശം വരുന്ന രീതിയിലുള്ള ഭാഷകളും ഗെയിമുകളാണ് അവരവിടെ കളിക്കുന്നത്. ഇവൻ ആൾക്കാരെ ക്യാരക്ടർ, ഇപ്പം ആദില നൂറുടെ കമ്മ്യൂണിറ്റിയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ ലക്ഷ്മി എന്തെല്ലാം പറഞ്ഞു നാട്ടുകാർ.
നാട്ടുകാർ. ആദില നൂർ എത്ര പേരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യേണ്ടിട്ടുണ്ട്, വളരെ മോശമായി. ഒരു പക്ഷേ നമ്മൾ മലയാളം നിഘണ്ടു കേൾക്കാത്ത ഭാഷകൾ വരെ ആദില അതിനകത്ത് ഉപയോഗിക്കും. ഞാനും അതിലും കൂടെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ അറ്റാക്ക് ചെയ്യും, നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്യാരക്ടർ, ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്ന് അവർ ആരോപിക്കും. അപ്പൊ അതൊന്നും ഒരിക്കലും നമുക്കത് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അനിമോൾ എന്താണ് കാണിക്കുന്നത്? അവര് അവിടെ കാലുകുത്തി, എല്ലാവരും ചോദിക്കുക എന്തിനാണ് അനിമോളെ എല്ലാവരും ഇറങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അനിമോൾ കാല് കുത്തിയപ്പോൾ തൊട്ട് അവിടെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്, അതായത് നാടക അഭിനയം. അവർ സീരിയൽ ആക്ട്രസ് ആയിരിക്കാം, അവർ കോമഡി ആക്ട്രസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് അവരെ കാണിക്കുന്നത്. അതിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, മനസ്സിലായോ? അവിടെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് ഏണ്ട പണി കിട്ടിയെന്ന് ഞാൻ പറയും. അവർ 25 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 12 പേര് മാത്രമേ ഉള്ളൂ ബ്രില്യൻ്റ് ആയിട്ട് മനസ്സിലാവും. അവരൊക്കെ പുറത്തുപോയി, ബാക്കി നിൽക്കുന്ന കുറേ എണ്ണം മരവാളകളാണ്. ഇപ്പൊ തന്നെ ആസ് ഒരു വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റടിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്ര നല്ല കണ്ടസ്റ്റന്റ് ആണ് 5 ടോപ്പ് 5 നിൽക്കുന്നത്? ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യം സീസണിൽ? ഷാരികയ്ക്ക് ഇപ്പം ബിഗ് ബോസിന് ഇപ്പൊ ഉള്ള അത്യാവശ്യമുള്ള എല്ലാരെ കുറിച്ചും ഷാരിക ഓരോ രീതിയിൽ ഓരോ വാക്കുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവരെല്ലാം ഇറങ്ങി വന്നു കഴിയുമ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച്, ഐ മീൻ നിങ്ങൾ എല്ലാവരും ആ ഒരു ടീം എല്ലാവരും കൂടേണ്ടതല്ലേ? അപ്പൊ ഷാരികയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നെഗറ്റീവ്, ലൈക്ക് ഷാരിക ഈ സെയിം കാര്യങ്ങൾ, ഞാൻ ഗെയിമിനെ കുറിച്ചല്ലേ പറഞ്ഞു, അവരുടെ ക്യാരക്ടർ മോശമാണ് ഞാൻ പറഞ്ഞത്. അതായത് ബിഗ് ബോസിൽ നടക്കുന്ന പിന്നെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഷാരിക ഞാനവിടെ ഫാമിലിയെ പറഞ്ഞില്ലല്ലോ, പിന്നെ then why അവർ ഗെയിമായിട്ട് എടുക്കണോ അതിനെ? ഞാൻ ഗെയിമിനെയാണ് ഇവിടെ അനലൈസ് ചെയ്തത്. ഞാൻ ഒരിക്കലും സാധനമാണ് ബിഗ് ബോസിൽ ഷാരിക ഇതിനെ കുറിച്ച് ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല. ഞാൻ അതിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഷാനവാസുമായിട്ട് ഞാനുമായിട്ടൊന്നും ഒരിക്കലും ഒരു ഇടി വെക്കേണ്ട സിറ്റുവേഷൻ വന്നില്ല. ഞാനും അക്ബറുമായിട്ടുണ്ടായിരുന്നു, ഞാനും സരിക PG ആയിട്ടുണ്ടായിരുന്നു, ഞാനും ആദില നൂറെ, ആദിലായിട്ട് ഞാൻ എപ്പോഴും അടിയുണ്ടായിരുന്നു. ഞാൻ നല്ല രസമായിരുന്നു. ഞാനുണ്ടായിരുന്ന ആ 21 days ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് മൈൻ. അത് എനിക്ക് ബിഗ് ബോസ് വന്നൊരു മനോഹരമായ ഓർമ്മയാണെന്ന് ഞാൻ പറയാം. എത്ര മനോഹരങ്ങളായ ദിനങ്ങളാണ് ഞങ്ങൾ. അത് എത്രമാത്രം പുറത്തു കൊണ്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, ബേബിയിൽ അവർ കാണിക്കുമായിരിക്കും. എന്ത് തന്നെ ആയാലും എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്, എന്റർടൈനിങ്, അതുപോലെ വഴക്കിന് വഴക്ക്, ടാസ്കിന് ടാസ്ക്, ചിരിക്ക് ചിരി, അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. സോ നല്ല ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ പുറത്തു പോയതുകൂടി അത് എല്ലാവരും വൈൽഡ് കാർഡ് എൻട്രി കൂടെ കയറി കഴിഞ്ഞപ്പോൾ അതൊരു ശവപ്പറമ്പായി മാറി എന്നുള്ളതാണ് സത്യം. ഫെയിം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? ഫെയിം ഇൻ ദ സെൻസ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതി ഫെയിം ആഗ്രഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഫെയിം ഇഷ്ടമാണ്, നല്ല രീതിയിലുള്ള ഫെയിം. പക്ഷെ എനിക്കൊരു സിനിമാ നടിയായിട്ട് ഫെയിം ആവണ്ട. ഞാനൊരു ഇന്റർവ്യൂവർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് മേക്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടോ, ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ടോ, ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടോ, അനീതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയായിട്ടോ ഒക്കെ ഫെയിം ആവാനാണ് എനിക്കിഷ്ടം. എനിക്ക് സിനിമാ നടിയായിട്ട് ഫെയിം ആവണ്ട, ബാക്കിയല്ല മോഡലും അങ്ങനെ പരിപാടിയൊന്നും വേണ്ട. മറിച്ച് ഇതുപോലുള്ള ഷോയിലൊക്കെ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. ഇന്റർവ്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ, തർക്കങ്ങൾ, സംവാദങ്ങൾ, ഡിബേറ്റ്സ്, അതിൽ പോകാൻ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെ ഫെയിം ആവാനാണ് എനിക്ക്, അതിന്റെ പീക്കിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷാരിക ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഷാരിക ആ സ്റ്റാർട്ടിങ് പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ്യൂം ഒന്നും തന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാരിക കുളിക്കാറില്ല, അലക്കാറില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്ന. പിന്നെ ഞാൻ കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടത് കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ള കുറെ കണ്ടസ്റ്റൻസ് കുളിക്കുന്നില്ല, ബാഡ് സ്മെല്ല് വരുന്നു. മറ്റേ രേണുസുധീനെ കുറിച്ചാണെങ്കിലും പല ഇതും വരുന്നുണ്ട് പുറത്തേക്ക്. അതുപോലെ തന്നെ ഷാരിക ഈ ബിഗ് ബോസിൽ പോയിട്ട് കുളിക്കാറൊന്നും ഇല്ലായിരുന്നോ? അല്ല, ഈ ബാറ്റ്സ്മെല്ലൊക്കെ എനിക്ക് അറിഞ്ഞോളൂ. ടിവിയുടെ മുമ്പിൽ മണത്ത് നോക്കുവോ? എനിക്കറിയില്ല എങ്ങനെയാണ്. അതിനകത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് പിന്നെ സ്മെല്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ പേൻ എടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ പലരും ഗെയിം സ്ട്രാറ്റജി വേണ്ടി പറയുന്ന കാര്യങ്ങൾ. രേണുസുധി അങ്ങനെ പേൻ എടുത്ത് പൊട്ടിക്കുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. കാണിച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ ഫാത്തിമ തലയും ചൊറിഞ്ഞു നടക്കുമല്ലോ എപ്പോഴും. മേ ബി അത് ഓക്കെ. ഈ പേൻ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ പേൻ എന്ന് പറഞ്ഞ സാധനം വല്ല ആട്ടാമ്പുഴുവോ അല്ലെങ്കിൽ വല്ല മറ്റേ എന്തുവാണ് മീനോ അതൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യന്റെ തലയിൽ പേനുള്ളത് വലിയ തെറ്റായിട്ട് എനിക്ക് ഈ രേണുസുധിയെ അനുമോള് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് ഇത്ര വലിയ കാര്യമാണോ? ഇതൊക്കെ ഒരു ചീപ്പ് സാധനങ്ങളല്ലേ. അതൊക്കെ എടുത്തിട്ട് ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അനുമോളുടെ തലേ പേനില്ലായിരുന്നോ? രണ ഫാത്തിമയുടെ തന്നെ പേനിലുണ്ടായിട്ടില്ല, എന്റെ തലേ പേനുണ്ടായിട്ടില്ല, എന്റെ മോളുടെ. ഞാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് പേനെ കൊല്ലുന്നത്. എന്റെ മോളുടെ തലേന്ന് ഇഷ്ടംപോലെ പേനൊക്കെ ഞാൻ ഊരിട്ട് ചെയ്യില്ല. ഇപ്പോഴും എനിക്ക് പേനെടുത്ത് കൊല്ലുന്നത് ഇഷ്ടം. ഇപ്പം എൻ്റെ തലേ പേനില്ല. ഞാൻ എനിക്ക് മുടിയുണ്ടായ സമയത്ത് നിറച്ച് പേനായിരുന്നു തലയിൽ. എനിക്ക് ഇഷ്ടമാണ് പേൻ, അത് കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ പേനൊക്കെ ഇത്ര വലിയ കുറ്റമായിട്ട് എടുത്ത് ഞാൻ കുളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒന്നാമത്തെ കാര്യം ഈ കോസ്റ്റ്യൂമിന്റെ ഒരു വിഷയം. ഫസ്റ്റ് ഡേ ഞങ്ങൾ ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം ഇല്ല എന്ന തരത്ത കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഈ ഒരു ടാസ്ക് ചെയ്തിട്ട് ഭയങ്കര ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിരുന്നു. പരസ്പരം കൈ മുറിക്കുകയും കാല് മുറിക്കുകയും ഫിസിക്കൽ ടാസ്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് ബിഗ് ബോസിനോട് പറഞ്ഞത്, ബിഗ് ബോസെ ഇവിടെ ഫിസിക്കൽ അസോൾട്ടാണ് നടക്കുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് ആദ്യത്തെ നൈറ്റ് തന്നെ ബിഗ് ബോസ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ടാസ്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് അത് റെസ്യൂം ചെയ്തത്. അപ്പോൾ അവിടെ ആർക്കും ഡ്രസ്സുകളില്ല, ഒറ്റ ജോഡി ഡ്രസ്സാണ് വന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും പോയി കുളിച്ച് മാറിയിട്ട്
ഇട്ട് പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഡ്രസ്സ് വരുന്നത്. പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കി അതൊക്കെ ഒരു ഇവരുടെ ടാസ്കിന്റെ ഫലമായിട്ടാണ് മനസ്സിലാക്കി. ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടായിരുന്നു ഈ 2 ദിവസം ഞങ്ങൾ ഇട്ടു, കാരണം വേറെ നിവൃത്തിയില്ല. കാരണം അത് സത്യമാണ്, കാരണം ആർക്കും എല്ലാവരും ഇട്ടു, കാരണം അവിടെ വേറെ വെള്ളമുണ്ട്, വെള്ളവും എല്ലാ സാധനങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ഡ്രസ്സില്ല, എന്ത് മാറിയിടും? അവർ ആകെ തന്ന അണ്ടർഗാർമെന്റ്സ് മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും, നമുക്ക് പുറത്തിടാൻ ഡ്രസ്സ് വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ജോഡി ഡ്രസ്സാണ് കൊടുത്തത്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 2 ദിവസം കുളിക്കാൻ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ 2 ദിവസം കുളിക്കാതെ നടന്നോ? കുളിക്കാന്ന് വെച്ചാൽ കുളിക്കാതെ ഇൻ ദ സെൻസ് ദേഹം കഴുകിയിട്ട് നമ്മൾ ഇതേ ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റുള്ളൂ. അതാ ചെയ്തത്, ദേഹം കഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുളിക്കാന്ന് പറഞ്ഞാൽ തല നനയ്ക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തല ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് നനച്ചുകൊണ്ടിരുന്നത്, കാരണം ഷാമ്പു അവിടെ കമ്മിയായിരുന്നു. അതായത് ഒരു ചെറിയ സോഡ ഡപ്പി കുപ്പി ഇല്ലേ, നമ്മൾ ചെറിയ ഹോമിയോ ഗുളികയുടെ, ആ ഹോമിയോ ഗുളികയുടെ കുപ്പിക്കകത്തുള്ള ഷാമ്പു ആണ് അവിടെ തന്നുകൊണ്ടിരുന്നത്. പിന്നെ മറ്റേ നമ്മുടെ മോയ്സ്ചറൈസറും അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോപ്പ് ചെറിയ കഷ്ണമാണ്. ഇതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിച്ചോണം. പേസ്റ്റ് മാത്രം ഉണ്ട്, ആവശ്യത്തിന് പേസ്റ്റ് ഉണ്ട് അവിടെ. എത്ര 10-15 പേസ്റ്റ് ഇട്ട് വേണമെങ്കിൽ, കാരണം KP നമ്പൂതിരി അവരുടെ സ്പോൺസർ, അതുകൊണ്ട് ഇഷ്ടംപോലെ പേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം കമ്മിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മിച്ചിച്ചുണ്ട്. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത് ചെന്നൈയാണ്, അതുകൂടാതെ ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം നമ്മൾ സോപ്പ് തേച്ച് മഴക്കിയാലല്ലേ വെള്ളം കളയത്തുള്ളൂ. ഇത് പെട്ടെന്ന് അങ്ങ് നമ്മൾ ദേഹം കഴുകി കുളിച്ചൊക്കെ ഇറങ്ങും. ഞാൻ ഒരു നേരം ദേഹം കഴുകുമായിരുന്നു, രാവിലെ ഞാൻ കുളിച്ചിട്ടേ അടുക്കളയിലോട്ട് വരത്തുള്ളായിരുന്നു. അതുപോലെ കുളിക്കുന്നത് 2 ദിവസം കൂടി. ഷാമ്പൂവിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കേണ്ടതുകൊണ്ടും തല ഇങ്ങനെ ചകിരി പോലെ ആയിട്ടിരിക്കുമായിരുന്നു. എണ്ണയൊന്നും അവിടെ എണ്ണയില്ല, ആർക്കും എണ്ണ കൊടുത്തിട്ടില്ല. ഞാൻ പോരുന്നവരെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞത്. അതും ടാസ്ക് ചെയ്താലാണ് കുറേയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു ഞങ്ങളുടെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട്, സാധനങ്ങൾ ഡെഫിഷ്യൻസി കൊണ്ട് ഞങ്ങൾ എല്ലാവരും ദേഹം കഴുകുന്നു. അവിടെ ആരും കുളിക്കാതെ, ഈ രേണു ആയാലും ആരായാലും രാത്രി കുളിച്ചിട്ടേ എല്ലാവരും കിടക്കത്തുള്ളായിരുന്നു അവിടെ, ഇൻക്ലൂഡിങ് ബിന്നി ഉൾപ്പെടെ. ആണും പെണ്ണുങ്ങളും എല്ലാവരും പാതിരാത്രി കുളിയോട് കുളി. കാരണം ഈ ടാസ്ക് എല്ലാം ചെയ്ത് വിയർത്ത് കുളിച്ച് എല്ലാവരും കുളിച്ചിട്ടാണ് അവിടെ കിടക്കാറ്, ആരും കുളിക്കാത്തവരില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പം ശാരിക കുറച്ച് ലോകപരിചയം കണ്ടതാണ്, അതുപോലെ തന്നെ ഫാമിലി ലൈഫ് പോയതാണ്. സോ ശാരികക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന ഫുഡ് അതിന് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ശാരിക കുക്ക് ചെയ്യാറില്ല, അങ്ങനെയൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഫുഡ് കുക്ക് ചെയ്തിട്ടില്ല. കുക്ക് ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ചെയ്തിരുന്ന സഹായം കിച്ചൺ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഫസ്റ്റ് വെസൽ ടീമിലായിരുന്നു. ശാരിക കുക്ക് ചെയ്യാൻ അറിയത്തില്ലേ? എനിക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെ അറിയത്തില്ല. ഞാൻ ആകെ കുക്ക് ചെയ്യുന്നത് വല്ല ദോശ ചൂടുന്നതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുട്ടുണ്ടാക്കുക, പിന്നെ മുട്ട വറുത്തത്, പിന്നെ വല്ല ബ്രെഡ് ഓംലെറ്റ്, പിന്നെ മറ്റേ ബദാം അല്ലല്ലോ, ബോംബെ ടോസ്റ്റ്, ഇങ്ങനെയുള്ള ചെറിയ കുടിസ് പണികളല്ലാതെ ഞാൻ കുക്ക് ചെയ്യാറില്ല. കുക്കിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്. അത് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്തോട്ടെ, അതാണ് ഞാൻ പറയുന്നത്. നിർബന്ധിച്ച് ആരും ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ കുക്കിംഗ്. കുക്കിംഗ് ഈ ലോകത്തെ വലിയ മഹാകാര്യമാണെന്ന് ചിന്തിക്കുന്നില്ല. ശാരികയുടെ ഒരു ചാനലിൽ പറയുകയുണ്ടായി, ബിഗ് ബോസിനകത്ത് മൊത്തം സാത്താൻ സേവയോ എന്നൊരു തംബ്നെയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? അത് ഞാനല്ല പറഞ്ഞത്. അതായത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗസ്റ്റിനെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ട്രയോസ്പാർക്ക് പ്രൊഡക്ഷൻ്റെ ടീംസിലും ഞങ്ങളുടെ ചെറുതല തന്നെ ഒരു പുള്ളിക്കാരനാണ്, അത് വിഷ്ണുമായ സേവാമഠം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നു, കാലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് കറണ്ട് പോയതാണോ, അയ്യേ ഇത് ചരിത്രത്തിൽ ആദ്യമാണല്ലോ, ഇന്നേ വരെ കറണ്ട് പോയിട്ടില്ല. കറക്റ്റ് കറണ്ട് പോയത് കണ്ടായിരുന്നു. ഞാൻ ഈ സാത്താൻ സേവയുടെ കാര്യം ചോദിക്കുന്നു, ശാരിക അതിന് റിപ്ലൈ തരാൻ നോക്കുമ്പോഴത്തേക്കും കറണ്ട് വരെ പോയി. ശാരിക ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ സാത്താൻ സേവയും കൊണ്ടാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ബിഗ് ബോസ് സാത്താൻ സേവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ചാനലിലെ കാര്യമല്ലേ പറയുന്നത്. അതിന്റെ തമ്പനയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ആ കൊണ്ടുവന്ന ഞങ്ങളുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ അതിന്റെ ലോഗോയെ നന്നായിട്ട് എനിക്ക് പഠിക്കണമായിരുന്നു. ആ ലോഗോ തന്നെ ഒരുപാട് ഞാൻ പഠിച്ചിട്ടാണ് ലോഗോ ചെയ്യിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ഗസ്റ്റ് വരുമ്പോൾ അതൊരു അടിപൊളി ഗസ്റ്റ് ആയിരിക്കണം. അതിന് എനിക്ക് സെലിബ്രിറ്റി വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ അത് കാലികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയി നിർബന്ധം. ഞാൻ തപ്പി ഇരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ട്രയോസ്പാർക്ക് പ്രൊഡക്ഷൻ, നമ്മുടെ പ്രൊഡക്ഷൻ്റെ പേര് ട്രയോസ്പാർക്ക് എന്നാണ്, അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് ഇദ്ദേഹത്തിന്റെ മെസ്സേജുകൾ, ഇദ്ദേഹത്തിന്റെ വെല്ലുവിളികളും, അതായത് നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ ഈ പറയുന്ന വ്യക്തി, ആ പുള്ളിക്കാരത്തിയോട് പറ എന്നോട് ഒന്നൊന്ന് സംസാരിക്കും. പുള്ളിക്കാരത്തിക്ക് ആൾക്കാരോട് സംസാരിക്കണം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. പുള്ളി അവിടെ ഒരു മഠം നടത്തുന്നതാണ്, അതായത് വിഷ്ണുമായ സേവകനായിട്ട് അവിടെ മട്ടുമ്മൽ എന്ത് ദേവസ്ഥാനം, അതാണ് പുള്ളിയുടെ മഠത്തിന്റെ പേര്. ചേർത്തല തന്നെ, ഉള്ളിലേക്ക് ഇച്ചിരി കയറിയിട്ടാൻ കണ്ട. അപ്പോൾ പുള്ളി ഒരു കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബിഗ് ബോസിൽ എന്നെ കളിയാക്കി പുള്ളി. അതായത് അവർ വലിയ ഇന്റർവ്യൂർ ആയിട്ട് പോയതല്ലേ, ഇപ്പം താൻ ചോദിച്ച പോലെ 21ാം ദിവസം അവിടുന്ന് പോയില്ലേ, കുഞ്ചിയും മുടക്കി പോകുന്നില്ലേ, അത് അവിടുത്തെ അവരൊരു ദൈവഭക്തിയായ സ്ത്രീയാണ്. പക്ഷെ അവിടെയുള്ള സാത്താന്മാർ അവരുടെ ഓജസ്സും തേജസ്സും, എന്നിട്ട് സണ്ണിക്കുട്ടി പറയുന്നല്ലോ, ഓജസ്സും തേജസ്സും വലിച്ചെടുത്ത് അവരെ ചണ്ടിയാക്കി പുറത്തിറങ്ങെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമായി. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ പുള്ളി കൊണ്ടുപോവാ, തെളിവായിട്ട് പോവാ. അപ്പോൾ പുള്ളി ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെ തെളിവുണ്ട്, ഞാൻ തെളിയിക്കാം. ബിഗ് ബോസിന് പുള്ളി വെല്ലുവിളിച്ച്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്യാമറ മുമ്പിൽ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു പുള്ളി ഓക്കെയാണ്. അങ്ങനെയാണ് പുള്ളി നമ്മുടെ ചാനലിലേക്ക് വരികയും അത് പിന്നെ ആ ഇന്റർവ്യൂ അങ്ങ് തർക്കവും വാദവും നീണ്ടുപോയപ്പോൾ ഞങ്ങൾ 2 പാർട്ടായിട്ട് അതങ്ങ് ഇട്ടു.
പുള്ളി ബേസിക്കലി അത്യാവശ്യം പൊളിറ്റിക്സും അത്യാവശ്യം ഈ ശബരിമല വിഷയങ്ങളും അതുപോലെ ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കൈകാര്യം മനുഷ്യനാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പലരും പറഞ്ഞ് ഞാനും കേട്ടിരുന്നു. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ടു. പുള്ളിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസ് തീരുമാനിക്കേണ്ടത്. ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ബിഗ് ബോസ് നേരിട്ട് വിളിക്കട്ടെ അദ്ദേഹത്തെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു എനിക്കൊന്ന് ഹൗസ് മിസ് ചെയ്യുന്നതിന്റെ ഫീലിംഗ് ആയിരിക്കും. നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരു സങ്കടമുണ്ട് നമുക്ക്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. അത്രേ ഉള്ളൂ. ഈ ബിഗ് ബോസിൽ കപ്പടിക്കാൻ പോകുന്നത് ആരായിരിക്കും? ഷാരികയുടെ ഒരു ഇതില് ആരായിരിക്കും കപ്പടിക്കാൻ പോകുന്നത്? ലാലേട്ടന് കപ്പ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഹീസ് ദ റിയൽ പ്ലെയർ ഇൻ ദ സീസൺ 7 എന്ന് ഞാൻ പറയും. കാരണം ഒരു സീസൺ 7-ലെ 7ന്റെ പണി സീസണിൽ ഒരു പ്ലെയർ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം ഹോസ്റ്റായി പോയി. ഹോസ്റ്റിന്റെ സ്ഥാനം അങ്ങോട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹമാണ് കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുള്ളത്. വേറെ ഒരൊറ്റ ആളും അത് ചെയ്തിട്ടില്ല. അദ്ദേഹം വെറൈറ്റി ആയിട്ട് വന്ന് ട്രിഗർ ചെയ്യുന്നു, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, വെറൈറ്റി ആയിട്ട് ചൂടാവുന്നു. അദ്ദേഹത്തിന്റെ ചൂടാവൽ പോലും ഓരോ വീക്കെൻഡിലും വ്യത്യസ്തമായ ചൂടാകലാണ്. അതിന്റെ ഭാവങ്ങൾ, രീതികൾ, ടോണുകൾ. അവിടെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പച്ചമുളകിനടി, പിന്നെ സാമ്പാർ ഇതുവരെ ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടില്ല കേട്ടോ, പരിപ്പിനടി കിട്ടാറില്ല അവിടെ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ ഭയങ്കര അലമ്പുണ്ടാക്കി റേഷനാണ് ഭക്ഷണം. അതായത് റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിന്റെ റീസൺ, നിങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും, അവിടെ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങി കഴിഞ്ഞാൽ പട്ടി വരയ്ക്കും. അപ്പോൾ നമ്മൾ കളിക്കാനാണ്, നമ്മൾ സർവൈവൽ ഷോ ആണത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭക്ഷണത്തിൽ ഏറ്റവും നന്നായിട്ട് ചിന്തിച്ച് ഗെയിം കളിക്കുക. അത് എല്ലാ സീസണിലും ഭക്ഷണം പൊതുവെ കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അത് എന്ന് വെച്ചാൽ ഒരു പട്ടിണിയല്ല ഇടുന്നത്, നമുക്കത് പട്ടിണിയായിട്ട് തോന്നുന്നു. നമ്മൾ മിഷ്ടാന ഭോജനം കഴിച്ചിട്ടാണ് നമ്മളും കൂടി ചെല്ലുന്നത്. ഞാനൊന്ന് 3 ചപ്പാത്തിയിൽ കുറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ 1 ചപ്പാത്തി കഴിക്കേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, 1/2 ചപ്പാത്തി കഴിക്കേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ട്, ചപ്പാത്തിയെ ഇല്ലാതെ വെറും പരിപ്പ് മാത്രം കലക്കി കുടിക്കേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. പക്ഷെ അതിന് ഇടിവെച്ചിട്ട് എന്താ കാര്യം? എല്ലാവർക്കും ഒരുപോലെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഇത് എന്താണ്, ഈ പാത്രം തുറന്നു വെച്ചു, പാത്രത്തിൽ പൊടിയിരുന്നു, ഒരാൾ വെസൽ ടീമിൽ കയറി കഴിയുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ അവർ ഇടി നടക്കുന്നത് 3 ക്യാപ്റ്റന്മാരാക്കി ലാസ്റ്റത്തെ 12th സീസണിൽ കൊടുത്തു. എന്തുകൊണ്ടാണ് അനിമോൾക്കും മറ്റേ പാട്ട ഗേൾസ് എന്ന് പറഞ്ഞ ടീമിനും ഒക്കെ എന്തുകൊണ്ട് അത് അനുസരിക്കാൻ പറ്റില്ല? മറ്റെല്ലാ ക്യാപ്റ്റന്മാർ പറയുമ്പോഴും അനുസരിക്കുന്നു. ഇവർ 3 പേരെയും അവരുടെ ഇഷ്ടത്തിന് അവരായതല്ല, ബിഗ് ബോസ് ആക്കിയതാണ്. പിന്നെ ഈ സീസണിലാണ് ബിഗ് ബോസിനെ അനുസരിക്കാത്ത, ലാലാട്ടനെ അനുസരിക്കാത്ത കാച്ചറ ടീമുകളുള്ളത്. ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ? എത്രയോ പ്രാവശ്യം ബിഗ് ബോസ് മിണ്ടാതിരുന്നിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ടാസ്ക് തരാൻ വേണ്ടി വിളിക്കും, അടിബഹളം. ബിഗ് ബോസ് മിണ്ടത്തില്ല. കുറെ നേരം മിണ്ടാതിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് സംസാരിക്കും. അങ്ങനെ തന്നെ കുറെ മണിക്കൂറുകളുടെ കളയും. അതുപോലെ ലാലേട്ടന് മുമ്പിൽ നിന്ന് ഇതുപോലെ തല്ലിപിടിച്ച ടീമുകളുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ലാലേട്ടൻ കലിപ്പായതുകൊണ്ടാണ് ഇച്ചിരി പേടിച്ചിരിക്കുന്നത്. ഒരു പേടിയുമില്ല, വകുപ്പും ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത ടീം. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് 7ന്റെ പണി കിട്ടിപ്പോയത്. പാവങ്ങൾ അവരെ ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് പണിപ്പുര ടാസ്ക് ഒക്കെ പൊട്ടിക്കേണ്ടി വന്നില്ല. കാരണം വളരെ വെറൈറ്റി ആയിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കിട്ടാത്ത കുഞ്ഞുങ്ങളെ പോലെ തല്ലി പിടിച്ച് അടുക്കളയിലല്ല അവിടെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. എല്ലാ അടുക്കളയിലും അടി വയ്ക്കുന്നത്. വേറെ ലാലേട്ടൻ പലവട്ടം എന്ന് പറയും ഇത് മൈൻഡ് ഗെയിമാണ്. നിങ്ങൾ അടുക്കളയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കൂ, വേറെ മാറിയെന്ന് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കൂ. അടുക്കളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്. അനുമോള് ഭക്ഷണം കൊടുക്കാത്ത കുറച്ച് സിറ്റുവേഷൻസ് നമ്മള് പുറത്തേക്ക് വരുന്നുണ്ട്. പാത്രം എടുത്തോണ്ട് ഓടുന്നു, അല്ലെങ്കിൽ തരില്ല എന്ന് പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ പിന്നെ എവിടെന്നെങ്കിലും എടുത്ത് കഴിച്ചോ എന്നൊക്കെ ഉള്ളത് പറയുന്നു. ഷാരികയുടെ അഭിപ്രായത്തിൽ അനുമോൾ എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റന്റ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അനുമോൾ ഒരു എന്താ പറയുന്ന ഒരു ഡ്രാമ ക്വീനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. തുടക്കം തൊട്ട് തന്നെ അവര് റിയൽ പേഴ്സണാലിറ്റി അല്ല. അവര് അങ്ങനെ ഫേക്ക് കളിക്കാൻ പറ്റുമെന്നൊരു പക്ഷെ അനുമോള് തെളിയിക്കുമായിരിക്കും. എനിക്ക് പുറത്ത് ഞാൻ അറിയുന്നത് അനുമോൾ എല്ലായിടത്തും ഇങ്ങനെ, എനിക്ക് അറിഞ്ഞൂടാ ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഇങ്ങനെ എക്സ്പ്രഷൻ ക്യൂനായിട്ട് നടക്കാം. കരച്ചിൽ എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയിട്ടില്ല. കാരണം എപ്പോഴും ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് കണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും അങ്ങ് കണ്ണ് നിറയ്ക്കുക. ഇത്ര കണ്ണുനീര് എല്ലാവരും ചോദിക്കും, നിനക്ക് മാത്രം എന്തുവാണ് ഇത്ര കണ്ണുനീരെന്ന് പറയുന്ന പോലെ. എന്തെങ്കിലും കാര്യം വേണ്ടേ? അങ്ങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇമോഷണൽ സീനിൽ മുഖം ഇങ്ങനെ ചളുങ്ങി വെച്ചിരിക്കുന്നത്, ആ ചളുക്ക മുഖമായിട്ടാണ് അനു എപ്പോഴും അവിടെ ഇരിക്കുക. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ഇങ്ങനെ സ്തബ്ധയായിട്ടിരിക്കുന്ന കാണാം, ചിലപ്പോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്ന കാണാം. അങ്ങനെ എന്തൊക്കെയോ ഭാവപ്രകടനങ്ങൾ മിന്നി മായ്ക്കുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ബിഗ് ബോസ് തന്നെ കളിയൊക്കെ ഉണ്ടായി. കൃത്യമായി ഷോട്ടൊക്കെ വെക്കുന്ന എവിടാന്ന് അറിയാല്ലേ അനു എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് നന്നായിട്ട് ഗെയിം പഠിച്ചിട്ട് വന്ന ഒരാളാണ്. ഒരുപക്ഷെ അവൾ അവിടെ കളിക്കുന്ന അവളുടെ ഫേക്ക് ഗെയിം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ നിന്നത്. പക്ഷെ ഗെയിം എന്ന് അതിനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ കുറെ ഭാവപ്രകടനം കാണിച്ചുകൊണ്ട് അത് ഗെയിം ആവുമോ എനിക്കറിയത്തില്ല. പിന്നെ അനു ഭക്ഷണം കൊടുക്കത്തില്ല. അതെനിക്ക് ഞാൻ നിൽക്കുന്ന 21 ദിവസങ്ങൾ വരെയും ഭക്ഷണം അനു ആർക്കും ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല. അനു ഭക്ഷണത്തിന് മുമ്പ് കരഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പം കുറച്ച് ടീമുകൾ വന്നിട്ട് അനുവിനെ ട്രിഗർ ചെയ്യും. അനു അങ്ങനെ ചെയ്തില്ല, മറ്റ് വേറെ പല കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്ന പോലെ കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം അവിടെ കഴിഞ്ഞൊന്ന് ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയും ഇല്ലാത്ത കുറേ എണ്ണങ്ങളാണ്. അതുകൊണ്ട് ഈ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തുപ്പൽ മൊത്തം തെറിപ്പിച്ചു. മിന്നി പറയുന്നത് തുപ്പൽ മുഴുവൻ തെറിപ്പിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. അനു നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും കേട്ടോ. ഏറ്റവും രുചികരമായ ഭക്ഷണം അവിടുത്തെ കണ്ടസ്റ്റൻസ്, ഞാൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഭക്ഷണമാണ്. അനു എന്ത് വ്യക്തിയും ആയിക്കോട്ടെ നല്ല രീതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു.
എല്ലാവർക്കും കിട്ടണമെന്ന് അവർ അഷ്യൂർ ചെയ്യുമായിരുന്നു. ആദ്യം ചെല്ലുമ്പോൾ തരത്തില്ല. അന്ന് ഞങ്ങളുള്ളപ്പോൾ 17 പേരുണ്ട് ഞാനുള്ള സമയത്ത്. ആ 17 പേർക്കും ഈ ഒരാഴ്ചത്തെ റേഷൻ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം, അത് 3 നേരവും കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള റൊട്ടിയും കാര്യങ്ങളും ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഏറ്റവും ചെറുത് ഏറ്റവും കനം കുറഞ്ഞായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അനു പറയും ഇപ്പോൾ ഇല്ല ചേച്ചി എല്ലാവർക്കും കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാവർക്കും ഇവൻ ഷാനവാസിന് ഉൾപ്പെടെ വിളമ്പി വെച്ചിട്ടാണ് അനു എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി മിച്ചം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു തരും, ഷാജി ചേച്ചിക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ലാസ്റ്റാണ് അനു മറ്റേ ചരുവത്തിനകത്തിട്ട് കഴിച്ച ഒരു അനുവിനെയാണ് ഞാൻ 21 ദിവസം അവിടെ കണ്ടിരുന്നത്. പക്ഷെ അതിനിടയ്ക്കും ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞിട്ട് ശാരികയടക്കം അനുമോളുമായിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട്. എന്നാലും അത് എന്തോ കാര്യം ഞാനത് അത്രയായിട്ട് ഓർക്കുന്നില്ല. സത്യത്തിൽ ഞാനങ്ങനെ എപ്പിസോഡ്സ് മാത്രം ലൈവ് അങ്ങനെ കുത്തിയിരുന്ന് കാണാറില്ല. കാണാൻ നമുക്കങ്ങനെ തോന്നാറില്ല. ഒന്നാമത്തെ കാര്യം തിരക്കുകൾ കൊണ്ടാണ്, സമയം കിട്ടാറില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വഴക്ക് ഞാൻ അനുമോളായിട്ട് ഉണ്ടാക്കിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഭക്ഷണം അവിടെ ഇപ്പോഴത്തെ അനുമോൾ എനിക്ക് അറിഞ്ഞു. ഇവിടെ പലരുടെ സ്വഭാവം മാറി. ഇങ്ങനെ ഗെയിം കളിച്ചത് അനീഷാണ്. അനീഷ് ഒരു നല്ല ഗെയിമറായി മാറുമെന്ന് എനിക്കായിരുന്നു. പക്ഷെ അനീഷ് വളരെ മോശമായിട്ട് വേറൊരു ഗ്രൂപ്പിസം കാണിച്ച് ചായ്വ് വരുന്നതായിട്ടാണ് എനിക്ക് അനീഷ് തോന്നിയിരിക്കുന്നത്. അക്ബർ 50 ദിവസം വരെയും അല്ലെങ്കിൽ 35 ദിവസം വരെ അക്ബർ ചീത്ത ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അക്ബറിന് ഉമ്മ ഒന്ന് പറഞ്ഞു, മോനെ നീ ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത്. അതോടുകൂടി അയാൾ എനിക്കൊന്ന് കുറച്ചുകൂടെ സൈലന്റും ആയിപ്പോയി. ഹീസ് എ ഗുഡ് ഗെയിമർ. അദ്ദേഹത്തിന് ഒരു നല്ല ഹാർട്ടും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു മോശം ഭാഷ അദ്ദേഹത്തിന് വായി നമുക്ക് കേൾക്കാൻ സഹിക്കാൻ പറ്റാത്ത ക്യാരക്ടർ അസാസിൻ ചെയ്യുന്ന ഭാഷകൾ അക്ബറിന്റെ വായിൽ നിന്ന് വന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഉമ്മ ഒന്ന് പറഞ്ഞോടുകൂടി അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി ചെയ്തു എന്നുള്ളതാണ്. സോ അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിപ്പോയി. കുറച്ചുകൂടെ ടഫ് ആകണമായിരുന്നു എനിക്ക് തോന്നി. ഭാഷ മാത്രം നന്നാക്കിയാൽ മതിയായിരുന്നു. ഈ ലക്ഷ്മിയുടെ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞിട്ടില്ലായിരുന്നോ ആദിലേനും നൂറനെയും വീട്ടിനകത്ത് കേട്ടില്ലെന്നുണ്ടെങ്കിലും സിറ്റ് ഔട്ടിൽ, അതിനോട് എന്താ അഭിപ്രായം? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. വീട്ടിൽ കയറ്റുമോ? ഞാൻ വീട്ടിൽ കയറ്റും. ഞാൻ LGBT കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് LGBT കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരെ പേഴ്സണലിയും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൊണ്ടോ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്ന നിലയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ അവരെ കയറ്റും. അല്ല എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് നേരത്തെ ഇവരെ കുറിച്ച് ആദില എന്ന പേഴ്സൺ എന്ന വ്യക്തിയെ ഞാൻ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചല്ല പറഞ്ഞത്. കമ്മ്യൂണിറ്റി അല്ല, ആദില എന്ന വ്യക്തിയെ കുറിച്ച് ആദില എന്ന വ്യക്തി ആസ് എ പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. ബിക്കോസ് അതായത് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകൾ ആ പ്രായത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്തകളല്ല അവർക്കുണ്ടായ തിക്താനുഭവങ്ങളായിരിക്കാം. എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത നമ്മളിലേക്ക് പെരുമാറുന്ന രീതി, പിന്നെ ബാക്ക് സ്റ്റാബിങ്, കള്ളത്തരങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതൊരു ഗെയിം സ്ട്രാറ്റജി മാത്രമായിട്ട്. പിന്നെ എനിക്കൊരു പേഴ്സണൽ അനുഭവം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ, അത് ഞാൻ എനിക്ക് ചാനലിൽ പറയാൻ പറ്റത്തില്ല, ഇറങ്ങിയതിന് ശേഷം മാത്രം ക്ലിയർ ആക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഞാനത് ഒരു പക്ഷേ ഈ ചാനലിൽ വന്നോ എൻ്റെ ചാനലിലൂടെ പറയും. അതുവരെ ഞാൻ അതിന് സൈലന്റ് കീപ്പ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അതിന് ഇഷ്ടമല്ലാത്തത്. അതുപോലെ നൂറ ഈസ് എ നൈസ് പേഴ്സൺ. അവരൊരു ജെന്റിൽ ഗേൾ, അവളുടെ ഒരു കൾച്ചറുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവർ പൊതുവെ സൈലന്റ് ആണ്. നൂറയൊക്കെ എങ്ങനെയാണോ ടിക്കറ്റ് ഫിനാലിൽ എത്തിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. അവരൊന്നും ഒരുപാട് ഗെയിമൊന്നും അവിടെ കളിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ചില ടാസ്കുകൾ അവർ എൻഡുറൻസ് ടാസ്കിൽ, അതായത് ഭയങ്കര ക്ഷമ, ഇപ്പം കണ്ണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കയ്പുള്ള സാധനം ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കുക, ഇതൊക്കെ നൂറയ്ക്ക് പറ്റും. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി അവർക്കുണ്ട്. ഇല്ലെന്ന് പറയാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് അവിടെ. ആരും മോശക്കാരല്ല. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമാതിരി ക്യാമറ കാണാത്ത പോലെ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അതായത് ബ്രില്യൻറ്റ് ഗെയിം, അതായത് മൈൻഡ് ഉപയോഗിച്ച് കളിക്കാൻ പലരും മറന്നുപോയി. ഇപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ലാലേട്ടനും അല്ലെങ്കിൽ ബിഗ് ബോസിനും അതിനകത്തുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസിനോട് ഒരു ഫേവറിസം ഉണ്ട് എന്ന് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാരികയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു? എനിക്ക് തോന്നിയിട്ടില്ല. ലാലേട്ടൻ ഫേവറിസം ഉണ്ടെന്ന് തോന്നി. ലാലേട്ടൻ ബിഗ് ബോസ് ആ ടീമിന് ഒരു ഫേവറിസം ഉണ്ട്. അവർക്ക് മാത്രം ഒരു ക്യാമറ സ്പേസ് കൊടുക്കുന്നത് പോലെയൊക്കെ ഒരു ടോപ്പിക് ഇവിടെ പുറത്ത് പറയുന്നുണ്ട്. അത് അകത്ത് നിന്ന് കളി കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പുറത്ത് നിന്ന് കാണുന്നതല്ല കളി ശരിക്കും. പക്ഷെ കളി കളിക്കുന്നത് പുറത്തുനിന്നുള്ളവരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് സത്യത്തിൽ അകത്ത് കളി വെച്ചിരിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അകത്ത് കളിക്കുന്നതിനേക്കാളും കാര്യമായിട്ടാണ് പുറത്ത് കളിക്കുന്നത്. അകത്ത് കളിക്കുന്നത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുറത്ത് പറഞ്ഞു നടക്കുന്നത്. സോ പുറത്ത് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ലാലേട്ടൻ ഒരു ഫേവറിസം ചെയ്തായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ശാരികക്ക് പുറത്ത് നല്ല PR ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ശാരിക? എനിക്ക് PR കഷ്ടം. PR ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ PR വെച്ച് പോകേണ്ട ഒരു ഷോ ആയിരുന്നു, ഒരു ഡിമാൻഡായിട്ട് അവർ വെച്ചിരുന്നെങ്കിൽ ശാരിക ഷോ ഇന്ന് സെക്കൻഡിൽ തന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്നേനെ. കാരണം എൻ്റെ ആഗ്രഹം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കളി കളിച്ചിട്ട് ഇറങ്ങി പോരുക എന്നാണ്. 5 ദിവസമെങ്കിൽ 5 ദിവസം, 1 ദിവസമെങ്കിൽ 1 ദിവസം എൻ്റെ ഗെയിം കളിച്ചിട്ട് അന്തസ്സായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. എനിക്ക് PR കൊടുക്കാനുള്ള കാശില്ല. ഒന്നാമത്തെ കാര്യം, കാശ് ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കത്തില്ല PR. ഈ അനുമോള് PR കൊടുത്തിട്ടുണ്ടോ? എത്രയോ 15 ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപയുടെ കണക്കൊന്നും കൊടുത്തിരിക്കില്ല. പക്ഷെ അനുമോള് PR കൊടുത്തിട്ടുണ്ടോ? അനുമോള് തന്നെ പറഞ്ഞല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ഷാനവാസും മറ്റുള്ള കുറച്ച് പേരും
എല്ലാവരും പറയുന്നുണ്ട്. അനുമോള് മിക്കവരും PR ഉണ്ട്. ഇൻ കേസ് അനുമോള് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലർക്കും PR ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. PR എന്ന സെൻസ് ചിലവർ കാശ് കൊടുത്ത് ചെയ്തതാവാം, ചിലവർ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരാവാം, ചിലവർ ബന്ധുക്കളെ കൊണ്ട് ചെയ്യിക്കുന്നതാവാം. PR പല പല അക്കൗണ്ടുകൾ ചെയ്ത് അത് ഓരോരുത്തരുടെ മിടുക്ക് പോലെ ഇരിക്കും. എനിക്ക് അങ്ങനെ ചെയ്തവരാരും ഹാൻഡിൽ ചെയ്തിട്ടില്ല. എനിക്ക് PR അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നത് എന്റെ കൂട്ടുകാരെ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ ഫാൻ പേജുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ആ PR ഇല്ലായിരുന്നു. PR നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടും ഇല്ല. PR ചെയ്ത് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല.